ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു PSC കോച്ചിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ശേഷം വീട്ടിൽ വന്ന ശേഷം ഫ്രഷ് ആയതിനു ശേഷം പഠിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു PIQയുടെ ബുക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡേയ്സ് വിത്ത് മീ എന്ന ചാനലിൽ. അപ്പോൾ എൻ്റെ അക്കൗണ്ട് അതിൽ നിന്ന് എൻ്റെ മെയിൽ ID നഷ്ടമായി. സോ എനിക്ക് ആ അക്കൗണ്ട് ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പഠിക്കുമായിരുന്നു. പല രീതികളിൽ പഠിക്കാനായിട്ട് നോക്കി, ഒരുപാട് ടാസ്ക് ഒക്കെ എഴുതി നോക്കി. എന്നിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. എനിക്ക് നല്ല മടിയായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും PSC കോച്ചിങ്ങിന് ചേരാമെന്ന് കരുതി. കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തങ്ങനെ വലിയ കോച്ചിങ് സെൻറ്റേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഒരു ചെറിയൊരു സെൻറ്റർ, അവിടെ അങ്ങനെ അത്ര പിള്ളേരൊന്നും ഇല്ല. ജസ്റ്റ് കുറച്ച് പേരൊക്കെ ഇരുന്ന് തന്നെത്താൻ പഠിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. എന്നാലും കുഴപ്പമില്ല, വീട്ടിലിരുന്നാൽ നടക്കത്തില്ല എന്ന് കരുതിയാണ് ഞാൻ ജസ്റ്റ് അവിടെ പോയത്. അവിടെ പോകുമ്പോൾ നമുക്കിപ്പോൾ രാവിലെ പോയാൽ ഒരു 10 മണിക്കൊക്കെ എത്തിയാലും ഞാനൊരു 3 മണി വരെയൊക്കെ അവിടെ ഇരിക്കും. അപ്പോൾ ആവശ്യം പഠിക്കാനൊക്കെ പറ്റും. പിന്നെ അവിടെ എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ട്, അധികം ഇല്ല എന്നാലും. ഇപ്പോൾ കറണ്ട് അഫെയർ എക്സാം അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതെങ്കിലും പഠിക്കാമല്ലോ, വീട്ടിലിരുന്നാൽ അത് നടക്കത്തില്ലെന്ന് എഴുതിയാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ മടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു സെൻറ്റർ, ഇപ്പോൾ ഏത് സെൻറ്റർ ആയാലും നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ ഇരിക്കുന്നതിൻ്റെയൊന്നും പഠിക്കാൻ ചിലർക്ക് പറ്റും, ചിലർക്ക് വീട്ടിൽ ഇരുന്നാലും പഠിക്കാൻ പറ്റുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൽ ഒരുപാട് എക്സാംസ് ഒക്കെ വരികയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു സ്റ്റഡി ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരാൻ പോകുന്നത്. അതേപോലെ നമ്മുടെ സെൽഫ് ഗ്രോത്തിൻ്റെ കാര്യത്തിലും കുറേ ടിപ്സുമായിട്ടാണ് ഞാൻ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നുണ്ട്. ആക്ച്വലി കുറേ രീതികൾ പരീക്ഷിച്ച് ഞാനും ഇപ്പോൾ ഒരുവിധം ഓക്കെ എല്ലാം സെറ്റായി എന്നൊരവസ്ഥയിൽ നിൽക്കുവാണ്. അതായത് ഞാൻ ഒരുപാട് രീതി പഠിക്കാനായിട്ട് ഒരുപാട് രീതി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി. കുറേ വീഡിയോസ് ഉണ്ട്, കുറേ ബുക്സ് വായിച്ചു. അപ്പോൾ പല അടുത്തുനിന്ന് കുറേ നോളജ് കിട്ടി. ഇപ്പം ശരിക്കും ഈ ഒരു മാർച്ച് തൊട്ട് ഞാൻ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ടായാലും ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ കളഞ്ഞേക്കുവാണ്. അപ്പോഴത്തേക്കും ആ ഒരു ഇത് എനിക്ക് നല്ലപോലെ ഒരു എഫക്റ്റ് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടുന്നുണ്ട്, മനസ്സും ഒരു ഓക്കെയാണ്. അപ്പോൾ ഒരുവിധം കുറേ നല്ല കാര്യങ്ങൾ ഞാൻ എന്നിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി. സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ എല്ലാത്തിനും ഉപരി നമുക്ക് വേണ്ടതൊരു മനസ്സാണല്ലോ. അതിനെക്കൊണ്ട് പഠിക്കാൻ പറ്റും എന്നൊരു മനസ്സ് അതുണ്ട്. സോ വേറെ ടെൻഷനൊന്നുമില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ടെൻഷൻ വരും. അത് കുറയ്ക്കാനും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പഠിച്ചാലും നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. എനിക്ക് കഴിഞ്ഞ വർഷം 10th പ്രിലിംസ് പാസ്സായായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ 10th പ്രിലിംസ് തന്നെ അതിന് വേണ്ടി പഠിച്ചത്. ഞാൻ വളരെ കുറച്ച് നാൾ, കൂടിപ്പോയ ഒരു 1.5 മാസമാണ് ഞാൻ പഠിച്ചത്. അന്ന് ഞാൻ നല്ല ടെൻഷൻ അടിച്ചു, എന്നാൽ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്തു. അതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം പഠിക്കും അത്രത്തോളം ടെൻഷനും കൂടുന്നു. പഠിക്കാതിരുന്നാൽ ശരിക്കും ടെൻഷൻ കുറവായിരിക്കുന്നു, പഠിക്കുമ്പോഴേക്കും നമുക്ക് ടെൻഷൻ കൂടണം. പക്ഷേ ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ, മെഡിറ്റേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. മെയിൽ ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട്, 10th മെയിൻസ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് എക്സാംസ് ഒക്കെ ഇനി വരുന്നുണ്ട്. ഈ ഒരു മെയിലൊക്കെ ഒരുപാട് എക്സാംസ് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് പേരിപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് അവസാനത്തെ സ്റ്റേജൊക്കെ എത്തി. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നല്ല രീതിയിൽ നമ്മളൊരു സ്മാർട്ട് സ്റ്റഡിയാണ് പഠിക്കാമെന്ന് കരുതിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് സെൽഫ് ഗ്രോത്ത്, കേരള PSC സ്റ്റഡി റൊട്ടീൻസ്, ടിപ്സ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള ആളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ PSC പഠിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ വേറെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയാണോ, ഇനി അതല്ല നിങ്ങൾ എന്തെങ്കിലും സെൽഫ് ഗ്രോത്താണ് ലക്ഷ്യമിടുന്നതെങ്കിൽ ഞാൻ എന്തായാലും ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.